നമസ്കാരം, ഞാൻ വിനോദ്. പൈനീർ സ്റ്റഡീസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് പഠിച്ചല്ലേ? ഇന്ന് അതിന്റെ ബാക്കിയുള്ള ഒരു ക്ലാസ്സാണ്. നോക്കൂ, ഒരു കോഡ് ഭാഷയിൽ 5 എന്നതിന് GKYI എന്നെഴുതിയാൽ 8 എങ്ങനെ എഴുതാം? അപ്പോൾ 5 കോഡ് ഭാഷയിൽ എങ്ങനെ GKYI, 8 എങ്ങനെ എഴുതാമെന്നാണ്. നമുക്ക് എങ്ങനെ നോക്കാം. 5നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയ പോലെ എങ്ങനെയാണ്? 5 എന്ന് എഴുതി. അതായത് എങ്ങനെ എഴുതിയിരിക്കുന്ന കോഡ് ഭാഷ? ജി അതിൻ്റെ അടിയിലേക്ക് എഴുതാം, GKYI. ഇനി എഫ് കഴിഞ്ഞ് എത്രാമത്തെയാണ്? 1. എഫ് കഴിഞ്ഞ് ജി തൊട്ടടുത്ത് 1 കൂടുതലാണ്. എഫ് കഴിഞ്ഞാൽ തൊട്ട് 1 കൂടുതലാണ്. അപ്പോൾ +1 എഫ് കഴിഞ്ഞ് ജി എഴുതി. ഐ കഴിഞ്ഞോ? IJK. അപ്പോൾ 2 അവിടെ കൂടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ +2. വി എങ്ങനെ എഴുതിയേക്കണേ? വി കഴിഞ്ഞിട്ട് WXY. ഇവിടെ മൂന്നാമത്തെ ആണ് എഴുതിയിരിക്കുന്നത്. അപ്പം +3. ഇ കഴിഞ്ഞിട്ടോ? FGHI ആണോ? അത് 4മത്തെയാണ്. അപ്പോൾ ഇതിന്റെ ക്രമം എങ്ങനെയാണ്? 1 കൂടി, 2 കൂടി, 3 കൂടി, 4 കൂടി. അപ്പോൾ ആ ക്രമത്തിലായിരിക്കണം 8 എഴുതേണ്ടത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, തന്നിരിക്കുന്ന കോഡ് ഇതേ രീതിയിൽ എങ്ങനെയാണ് അതിൽ കൂടിയിരിക്കുന്നത് അല്ലെ കുറഞ്ഞിരിക്കുന്നത്, ചിലത് കുറഞ്ഞിരിക്കാം എന്ന് നമ്മളിങ്ങനെ എഴുതി നോക്കണം. എന്നിട്ട് ഉത്തരം കണ്ടുപിടിക്കുന്നത് നമുക്ക് 8 എഴുതാം. EIGHT. അതിനെങ്ങനെ എഴുതാം? ഇവിടെ ആദ്യം 1 കൂടണം. കഴിഞ്ഞിട്ട് എഫ് ആയിരിക്കണം അല്ലെ? +1 കൂടുമ്പോൾ എഫ്. അടുത്തത് 2 കൂടണ്ടേ? ഐ കഴിഞ്ഞിട്ട് IJK. അത് കെ. അടുത്ത 3 കൂടണം. GHIJ. ജയവനം അല്ലേ? ജയവനം. അടുത്തതോ 4 കൂടണ്ടേ? ഇത് 2 കൂടി, ഇത് 3 കൂടി, അത് 4. എച്ച് കഴിഞ്ഞോ? IJKL. എല്ല് കൂടണം. എല്ലാണ് ഇവിടെ വന്നത് അല്ലേ? 4 കൂടി ഇപ്പോൾ എല്ല് വന്നു. അടുത്ത എത്ര കൂടണം? 5. ടി കഴിഞ്ഞ് UVWXY. അപ്പോൾ ഇതാണ് ഇവിടെ വരണ്ടേ? Y എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് 8 എങ്ങനെ എഴുതാം നമുക്ക് കോഡ് ഭാഷയിൽ? FKJLY. ഇത് നിങ്ങൾക്ക് ഓപ്ഷനായിട്ട് ഇങ്ങനെ 4 കാണും. അപ്പോൾ നിങ്ങൾ ഉത്തരം കണ്ടുപിടിക്കേണ്ടത് പെട്ടെന്ന് ഇങ്ങനെ ഒരു നമ്പർ കൊടുക്കുക. അത് കൂടുതലാണോ കുറവാണോ എങ്ങനെയാണെന്നുള്ളത് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതേ രീതിയിൽ തന്നെ അടുത്തത് ഇവിടെ 5. അടുത്തതും അങ്ങനെ കോഡ് ചെയ്യുക എന്നുള്ളതാണ് ഉത്തരം കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴി. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഏവർക്കും നന്ദി.